എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഡിസപ്പോയിൻമെന്റ് പറയാനുള്ള കുറെ സീൻസ് ഒക്കെ കട്ട് ചെയ്തു. ബാക്കിയെല്ലാം നല്ല എങ്ങനെയുണ്ട് 3 മണിക്കൂർ 3 മണിക്കൂർ ഓണം അറിയത്തില്ല. നല്ല രസമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായവർക്ക് ഇത് പക്കായിരുന്നു. 3.25 മണിക്കൂർ ഒരു ബോറിംഗില്ലായിരുന്നു. പക്ക കട്ട് ചെയ്ത പോർഷൻസ് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ കട്ടിങ് ആയിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. പുതിയ സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ കട്ട് ചെയ്ത ഡിലീറ്റ് ചെയ്ത പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മോശം തെറ്റൊന്നുമില്ല. ആവശ്യമില്ലാത്ത നല്ല ഒരുപാട് മോശം കട്ടിങ് അങ്ങനത്തെ ഒന്നുമില്ല. കട്ടിങ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. നമുക്കൊരു മറ്റേ ഒരു എക്സ്പീരിയൻസ് കളഞ്ഞ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ പോലെ അവർ ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നറേഷൻ കൊടുത്തിട്ടുണ്ട്. സമയം പോകണേ അറിയണല്ലേ? സമയം പോകുന്നത് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ജീവിതത്തിൽ. കാരണം 2 ഭാഗങ്ങൾ ഒരുമിച്ച് കാണുന്നത് ഒരു ആദ്യമായിട്ടാണ് ഞാനൊക്കെ. അപ്പോൾ ആ ഒരു നമുക്ക് ബോറടിക്കിയ കാര്യങ്ങളൊന്നുമില്ല, ലാഗൊന്നുമില്ല. കാരണം ആ ഒരു ഫ്ലോയിൽ തന്നെ അവർ പോകുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് പാർട്ട് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല 2015. സെക്കൻഡ് പാർട്ട് മാത്രമേ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ്. പോണ സമയം പോണ അറിയില്ലല്ലേ? ഇല്ല അറിയില്ല. നമ്മൾ കണ്ടിട്ടുള്ള പടമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ അത് വലിയൊരു സ്ക്രീനിൽ കാണുമ്പോഴേക്കും ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെങ്കിൽ പോകും. എക്സ്പീരിയൻസ് ഫാൻസിനോട് തന്നെ എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ഒരു രസമില്ല. ഫാൻസിനോട് തന്നെ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ രാജമൗലിയുടെ ബാഹുബലി എന്നാണ് സിനിമ. 4 മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമോ എന്ന് തോന്നി. പക്ഷേ ഒന്നുമില്ല. പടം എത്രത്തോളം നീറ്റായിട്ട് എടുക്കാൻ പറ്റും ആ റേഞ്ചിൽ എടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് 1 മിനിറ്റുള്ള സീനും ആടിയിട്ടുണ്ട് പടത്തിൽ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഇത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന എപ്പിക്കാണ്. അത് തന്നെയാണ് ബാഹുബലി. മസ്റ്റ് തിയേറ്ററിൽ തന്നെ വീണ്ടും റീ റിലീസ് ഒന്ന് കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഇത്രയും പടങ്ങൾ റീ റിലീസ് ചെയ്ത് ഒരു പടം ഈ റേഞ്ച് കാര്യങ്ങളോ ഒന്നും നമുക്ക് റീ റിലീസ് കണ്ടപ്പോൾ ഫീൽ ചെയ്യില്ല. ഇത് റീ റിലീസ് ചെയ്തിട്ട് ഓരോ മിനിറ്റ് ഓരോ സീനും നമുക്ക് ഗൂസ് പംപ്സ് തോന്നിക്കണമെങ്കിൽ അത്ര റേഞ്ചാണ് രാജമൗലി എന്ന് പറയുന്ന ബ്രാൻഡ്. അതൊന്നും പറയാനില്ല. പടം വീണ്ടും തിയേറ്ററിൽ തന്നെ കാണണം. എക്സ്പീരിയൻസ് ആയിരുന്നു. 2 പാർട്ടുകൾ ഒരുമിച്ച് കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ പറയാൻ ഇതിൽ കുറച്ച് സീൻസ് കട്ട് ചെയ്ത് ലെങ്ത് കൂടുതലായതാണ്. പിന്നെ ഡിലീറ്റഡ് സീൻസ് ഉണ്ടായിരുന്നു. ഇതിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ഷോർട്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, പുതിയതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ അടിപൊളിയായിരുന്നു. ലൈക്ക് ബാഹുബലി ഫാൻസിന് റീവാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൊമെന്റാ. കുറച്ച് സീൻസ് ഒക്കെ കട്ട് ചെയ്ത് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റ് വാച്ച്, ഐ മീൻ ഫാൻസിന് മസ്റ്റ് വാച്ച് ആയി തോന്നി. ഞാൻ ബാഹുബലി മണ്ണ ആദ്യമായിട്ടാണെന്ന് കാണുന്നത്. നല്ലായിരുന്നു. 2 പാർട്ട് ഒന്ന് ചാടി ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? അറിഞ്ഞില്ല കഴിഞ്ഞത്. ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ ഈസ് എ വിഷ്വൽ എൻസൈക്ലോപീഡിയ. ഇത് അറിവിന്റെ വിജ്ഞാനകോശമാണ്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എല്ലാം നിറഞ്ഞത്. ഇത് 5ാമത്തെ ഇതിഹാസം. ബാഹുബലി, രാജമൗലിയുടെ ബാഹുബലി. ഗ്രേറ്റ്. കാരണം നമ്മൾ ബാഹുബലിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ സിനിമയിലെ ഒരു ചരിത്രം തിരിച്ചൊരു സിനിമയാണ്. കാരണം ആ 2 പാർട്ടും കൂടെ ഒരു ഒറ്റ പാർട്ടിലേക്ക് എടുത്തത് തന്നെ നമുക്ക് വലിയ സന്തോഷാർഹമാണ്. കിടിലം. കാരണം എന്താ പറയുക, ഒരു മിനിറ്റ് പോലും മാറി നിൽക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഒരു 3.25 മണിക്കൂർ വീണ്ടും തിയേറ്ററിൽ വന്ന് 2 എപ്പിക്കും. ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഫസ്റ്റ് ഭാഗം സെക്കൻഡ് ഭാഗം. ഇവിടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് 1-2 സീനോട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ നമുക്ക് കണ്ടാൽ മാത്രമേ ആ എഫക്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി.